നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ ഹിന്ദി ദൂസരി ഓഗസ്റ്റ് 24 സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ വരുന്നത് സരോജിനി നായിഡുവിൻ്റെ ആദ്യത്തെ ഒരു 7 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിനോടൊപ്പം തന്നെ കഥാമാലിക, അതിൽ 6 ചാപ്റ്റർ, പിന്നെ വരുന്നത് ഏകാംഗി, അതിഥി കി പ്രതീക്ഷ, മുക്തി, ആ 2 ചാപ്റ്റർ നന്നായിട്ട് നോക്കുക. പിന്നെ വരുന്നത് ട്രാൻസ്ലേഷൻ, ഹിന്ദിയും മലയാളം, ഹിന്ദി തന്നിട്ട് മലയാളത്തിലോട്ട് എഴുതേണ്ടത്, മലയാളത്തിൽ തന്നിട്ട് ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത്, പിന്നെ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനുള്ളത് 10. ഇത്രയാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റോമീറ്റർ 1ഉം 2 എന്ന് പറയുന്നത് കഥാമാലികയിൽ വരുന്നതാണ്. അതിൽ ആദ്യത്തെ 6 ചാപ്റ്ററാണ്. അപ്പോൾ ഈ 6 ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 27 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം 8 കൊടുത്തിട്ടുണ്ട്, അതിൽ 4 ആൻസർ ചെയ്യുക. പിന്നെ വരുന്നത് 6 അതിൽ 3 ആൻസർ. ഇതെല്ലാം ടെസ്റ്റിൽ തന്നെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സരോജിനി നായിഡുവിൻ്റെതും അതുപോലെ തന്നെ 9, 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൽ 5 മതി. നമ്പർ തെറ്റരുത്, റോമീറ്റർ 3 തന്നെ എഴുതുക. അടുത്ത റോമീറ്റർ 4 വീണ്ടും സരോജിനി നായിഡു ചോദിച്ചിട്ടുണ്ട്, 5 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 5 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1 വേർഡും ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയും 17 മാർക്കിനാണ് സരോജിനിയിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് നാടകമാണ്, ലക്ഷ്മിക്ക് അതിഥി കി പ്രതീക്ഷ, മുക്തി, ആ 2 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ അതിൽ കഥാപാത്രവും ചോദിക്കും, അനോട്ടേഷൻ, കഥാപാത്രമുണ്ട്, ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുണ്ട്. പിന്നെ കത്തിന് 10 മാർക്കാണ്. ചുട്ടി പത്രമുണ്ട്. അപ്പോൾ ചുട്ടി പത്രം എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ആദ്യം ഹെഡിങ് കൊടുക്കുക, ഇതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ എഴുതാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ 5 മോഡലുണ്ട്, ആ 5ൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും. ഇതെല്ലാം ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കങ്കാരുവിനെ കുറിച്ച് മലയാളത്തിൽ എഴുതാനും കവി കാളിദാസിനെ കുറിച്ച് ഹിന്ദിയിൽ എഴുതാനും, അതെല്ലാം ട്രാൻസ്ലേഷൻ എല്ലാം നമ്മുടെ ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് മോഡലായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ മക്കളും ഇത് കോപ്പി എടുത്തിട്ട് ഈ ഒരു വീഡിയോ കേട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ സെക്കൻഡ് പേപ്പറൊക്കെ നല്ലയിടത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് ലഭിക്കും. ഏത് ജില്ലയിൽ പഠിക്കുന്ന കുട്ടികൾക്കും ക്ലാസ് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കുട്ടികൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇത് കാണുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 70 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും നമസ്തേ.